ഇത്താ നോമ്പിന് ബിസിനസ് ഉഷാറാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയണൊക്കെ ശരിയാണ്. റമദാനിന് ബിസിനസ്സിന് പോയിട്ട് ഒന്ന് നടന്നു നിർത്തി നേരെ നിൽക്കാനുള്ള ടൈം ഉണ്ടാവലുണ്ടോ? എന്തെല്ലാം തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. തീരെ സമയമില്ലാത്തൊരു സമയമാണ് റമദാനിൽ. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണില്ല, 2 നേരം കഴിക്കണില്ല എന്നുള്ളൂ. വേറെ 3 നേരം ഉണ്ടാക്കാനും ഉച്ചയ്ക്ക് നോമ്പോൽക്കാത്ത കുട്ടികളുണ്ടാവും പോൽക്ക് കൊടുക്കാനും എല്ലാത്തിനും തിരക്കുള്ളൊരു മാസം. പിന്നെ അതിൻ്റെ ഇടയിൽ ബിസിനസ്സിനും കൂടി ഓരോ സമയം. നിങ്ങൾ റമദാനിന് എന്താ ചെയ്യൽ? നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യലില്ലേ? പത്തിരി അതൊന്നും ഉണ്ടാക്കാറില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വാട്സപ്പിൽ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് സമയമുണ്ട് ബാക്കിയാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ റമദാനിലും ഒരുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമയങ്ങളിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഉള്ളി തൊലിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഉള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇതൊക്കെ എന്ത് ചെയ്യും, തൊലി കളഞ്ഞിട്ട് വേറെ ആക്കി വെക്കും. കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും. ഇനി ബാക്കി കുറച്ച് എന്ത് ചെയ്യും, എടുത്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ചതച്ച് വെക്കും, പേസ്റ്റ് ആക്കിയിട്ട് വെക്കും. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് വെക്കും. ഒരിത്തിരി വെളിച്ചെണ്ണ ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ ഇനി നോമ്പ് 30 ദിവസമായാലും അതിനൊരു കേടും വരില്ല. എല്ലാ വർഷവും ഞാൻ ചെയ്തു വെക്കുന്നതാണ്. അതുപോലെ തന്നെ 5 പച്ച തേങ്ങ എടുത്തിട്ട്, ഇത് ഉണങ്ങിയ തേങ്ങയാണ്, ഉണങ്ങിയതല്ല വെള്ളമുള്ളതാണ്. കുറച്ച് കുറച്ചൊരു ഉണക്കായത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വറന്ന് കിട്ടും. 5 തേങ്ങ ഞാൻ വറുത്തിട്ടും വെക്കും. 5 തേങ്ങ ഇതുപോലെ എന്ത് ചെയ്യും, ചിരകിയിട്ട് ചെറിയ ചെറിയ കവറിലാക്കിയിട്ടും വെക്കും. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഉണങ്ങിയതായിരുന്നാൽ ഇത് പച്ചത്തേങ്ങയാണ്. ഇതിങ്ങനെ ഞാൻ ഓരോ ദിവസത്തേക്കും മരക്കാൻ പാകമുള്ളത് ഇങ്ങനെയുള്ള ചെറിയ ഇതിലാക്കിയിട്ട് ഒരു 10 എണ്ണം 5 എണ്ണം ഒക്കെ ആക്കിയിട്ട് വെക്കാം. 5 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് തീരുമ്പോൾ നോമ്പിനായാലും എടുത്തിട്ട് എന്ത് ചെയ്യും, ചിരവിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. അതാവുമ്പോൾ നമുക്ക് ആ ഒരു ബോക്സത്ത് നമുക്ക് ആ കറക്റ്റായിട്ട് എടുക്കാം. എല്ലാ തേങ്ങയും കൂടി എടുത്തിട്ട് പുറത്ത് വെക്കണ്ടല്ലോ ഒരു ആവശ്യത്തിന് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് തേങ്ങയൊക്കെ ചേർക്കാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ മാറ്റി വെച്ചാൽ അതാത് ദിവസത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല ഇത്ര തേങ്ങ എടുത്താൽ നമുക്കൊരു ദിവസത്തേക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയത്ത് ഒരു കറിയൊക്കെ വെക്കണം. ഇവിടെ കൂടുതൽ ദിവസം തേങ്ങ അരച്ച കറി വെക്കണം. ചിലർക്ക് മുളക് ഇട്ടതാവും. അതൊക്കെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്ത് വെക്കാം. തേങ്ങക്ക് ഒരു മാറ്റം വരില്ല. 3 മാസം 4 മാസം കൂടിയാലും ഇതിനൊരു പ്രശ്നം വരില്ല. ഇത് ഫ്രീസറിലാണ് ഇങ്ങനെ വെക്കേണ്ടത്. ഇതിങ്ങനെ കവറിൽ വേറെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ റബ്ബർ ഇട്ട് വെക്കുക. എന്നിട്ട് ഇത് ഒന്നായിട്ട് ഒരു കവറിലാക്കിയിട്ട് വേണം ഫ്രീസറിൽ വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് ആകെ ഒരു ഫ്രീസായിട്ട് ഒരു എന്തോ പോലെയാവും. അപ്പോൾ അതിൻ്റെ പകരം ഇങ്ങനെ ചെയ്തിട്ട് ഇത് വേറൊരു കവറിൽ ഒന്നാകെ ഇത് ഇട്ട് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കെട്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കിച്ചണിലേക്ക് പത്തിരി പണിക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന ആ ടൈമിൽ എന്ത് ചെയ്യുക, അത് പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്കി കറിക്കുള്ളത് വയറ്റിയൊക്കെ വരുമ്പോക്കിന് ഇത് റെഡി ആയിട്ട് വരും. ഇതിൽ ഞാൻ ചെയ്ത് വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, സവോള ഒരു 8-10 എണ്ണം അങ്ങനെ ആക്കിയിട്ട് കുക്കറിലൊരു വിസിലടിച്ചിട്ട് നമ്മളത് കുക്കർ ഓഫ് ചെയ്ത് വെക്കുക. ഞാനത് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ അതിന് ഞാൻ ഫ്രീസറിൽ വെച്ചത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, എന്നും സവോള തൊലിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ നമ്മളിങ്ങനെ തേങ്ങ വറുക്കാൻ വെക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി ഇട്ടിട്ട് വറുത്ത് വെക്കുക. ഞാൻ ഫ്രിഡ്ജിലല്ലാത്ത തന്നെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതിന് പൊരിക്കടികളൊക്കെ ഞാനിങ്ങനെ ഫ്രീസർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. ഇനി അത് പച്ചത്തേങ്ങ ഇതിൽ കൂട്ടിയിട്ട് അരക്കുകയാണ് ചെയ്ത്. 5 തേങ്ങ ഞാനിങ്ങനെ ആക്കി വെച്ചാൽ നോമ്പ് മുഴുവനിലേക്കും ഇത് ഉണ്ടാവാറുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്ത് വെക്കും. എന്നിട്ട് ഒരുപാട് ടൈം ഇതിങ്ങനെ തുറന്നിട്ട് നല്ലോണം ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും നമ്മളെടുത്ത് വെക്കുന്നതായതുകൊണ്ട്. ഒരു 4 സ്പൂൺ ഇത് വറുത്തതും ഒരു അര തേങ്ങയും കൂടി അതിൽ, അര മുറി തേങ്ങ വേണ്ട, അത്രത്തോളം ഓരോരുത്തർക്ക് ഓരോരോ, നമുക്ക് ഞങ്ങളതിനനുസരിച്ച് ഞങ്ങൾ പെലച്ചക്കും
ഉച്ചക്ക എന്ന് പറയുന്ന അത്താഴത്തിനും പത്തിരി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതിലേക്കും കറി വേണ്ടി വരും. മീൻകറി ചോറിലേക്കായാലും ചിരങ്ങ താളിച്ചതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇട്ട് വെച്ചാൽ, വെളുത്തുള്ളിയും ചീരുള്ളിയും ഇട്ട് വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തേങ്ങ വറുത്തത് കേട് വരില്ല. വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെ കുപ്പിയിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഇത് പൊരിക്കടികളിലേക്ക് കൊടുക്കാറുള്ള ആ സമയത്ത് നമുക്ക് നേരം കളയുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ബ്രെഡ് ക്രംസ്. ഇത് ചിലരൊക്കെ റസ്കിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു രസമായിട്ട് തോന്നാറില്ല. ഒന്നും കൂടി ചിക്കൻ കട്ട്ലേറ്റ് അതുപോലെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ബ്രെഡ് ക്രംസാണ് ഞങ്ങൾക്കൊരു ടേസ്റ്റി ആയിട്ട്, ക്രിസ്പി ആയിട്ട് ഡോണട്ട്സ് മറ്റേ നഗറ്റ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതിലൊക്കെ ടേസ്റ്റായിട്ട് തോന്നാറുള്ളത്. ബ്രെഡ് ക്രംസ് ആകുമ്പോഴാണ് ടേസ്റ്റ്. റസ്ക് പൊടിയാകുമ്പോൾ വലിയൊരു ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാക്ക് പൊട്ടിച്ച് വെച്ചാൽ 3-4 പ്രാവശ്യം ഉണ്ടാക്കാറുള്ളതുണ്ടാവും. അതുപോലെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് ബാക്കിയുള്ള പൊരിക്കടിയിലേക്കൊക്കെ ഇടാനുള്ളൊരു സംഭവമാണ് പെരിഞ്ജീരകം, വലിയ ജീരകം. ഇത് പൊടിച്ചിട്ട് മാറ്റി വെക്കും. അതുപോലെ ഏലക്കായ എന്ന് പറയില്ല, ഏലം, അതും ഇതുപോലെ പൊടിച്ചിട്ട് മാറ്റി വെക്കാറുണ്ട്. അതിപ്പോൾ കൊണ്ടുവന്നത് ഇന്ന് വീഡിയോ എടുത്ത ടൈമിൽ അത് കൊണ്ടുവന്നത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അത് മസാല വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി മസാല അതുപോലെ പൊരിപ്പ് കടിയിലേക്കുള്ള മസാലപ്പൊടിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്ക അങ്ങനെ പൊടിച്ച് വെച്ചാൽ നമ്മൾ നോമ്പിന് തരിക്കഞ്ഞി അതുപോലെ തന്നെ നോമ്പിന് നമ്മുടെ ഈ പാൽവായക്ക സാബുനരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിൽ അതിലേക്ക് ഇടാനൊക്കെ പൊടിച്ച് വെച്ചാൽ പിന്നെ അത് പൊടിക്കാൻ നിൽക്കണ്ട. ഇത് നമുക്ക് പൊരിക്കടിയിലേക്കുള്ള സ്പെഷ്യൽ മസാലപ്പൊടിയാണ്. ഇതിലേക്കൊന്നും കൂടി ടേസ്റ്റ് കൂടാൻ എന്ത് ചെയ്യാം, പച്ചമല്ലി, കറാമ്പട്ട, കറാമ്പൂവ്, അതുപോലെ ഏലക്ക, വലിയ ജീരകം, കുരുമുളക്, അതിൻ്റെ കൂടെ ജാതിക്ക, ജാതിപത്തിരി, അതിൻ്റെ കൂടെ ഒരു ഇത്തിരി എന്ത് ചെയ്യുക, നല്ല ജീരകം, നമ്മൾ ഈ പച്ചക്കറിയിലേക്കൊക്കെ ഇടൂലേ ചെറിയ ജീരകം, അതും കൂടെ കുറച്ചിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റ്. ഒരുപാട് ഓവറാണ്ട് ഒരു ഇത്തിരി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ചിട്ട് കണ്ടെയ്നറിലാക്കി വെക്കുക. ഇതും നമ്മൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പണി സമയം വൈകിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. അതുപോലെ പത്തിരി വെള്ളപ്പൊക്കെ നമ്മൾ മെനക്കിടുമ്പോൾ എന്ത് ചെയ്യുക, 2 ദിവസത്തിനുള്ളത് ഉണ്ടാക്കുക. ഒരു ദിവസം കുഴക്കാനും പരത്താനും നിന്നിട്ട് ബാക്കി ദിവസത്തേക്ക് പരത്തി വെക്കുക. ഞാനൊരു ദിവസം പത്തിരി ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ചവിടെ പരത്തി വെക്കും. എന്നിട്ട് കുറച്ച് കപ്പയില്ലേ അത് കുറച്ച് കൊണ്ടിരിപ്പിക്കും. എന്നിട്ട് അതും ഇതും കൂടി ആക്കും. അപ്പോൾ പത്തിരി ഇൻട്രുള്ളവർക്ക് അതും ആക്കുക, അല്ലാത്തവർക്ക് അതും. പിന്നെ അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ കൊണ്ടിരിപ്പിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും കൊണ്ടിരിപ്പിക്കുക. പത്തിരീനേക്കാളൊക്കെ എളുപ്പമാണ് നെയ്ച്ചോറും ഇതും. അപ്പോൾ ഇതിങ്ങനെ ഇഞ്ചിയും ഇതൊക്കെ വെളുത്തുള്ളിയും ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കുക. ഇത് നമുക്ക് വറവിടാൻ, അതുപോലെ ഇപ്പോൾ മീൻ വെക്കുമ്പോൾ അതിലേക്ക് പീസാക്കി ഇടാൻ, അതിനൊക്കെ ഇതെടുക്കുക. ഇനി കുറച്ച് എന്ത് ചെയ്യുക, നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടും വെക്കുക. പേസ്റ്റ് ആക്കുമ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓവറാവരുത്, ഒരിത്തിരി ആക്കി വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും. ഇതിന് 1 മാസം ഇങ്ങനെ ഈ വെളിച്ചെണ്ണ ഒത്തിരി ഒഴിച്ചിട്ട് 1 മാസം നമ്മൾ വെച്ചാലും ഇതിന് കേടൊന്നും വരില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതൊരു ടിപ്സല്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തക്കാളി നമുക്ക് ഇങ്ങനെ ആക്കി വെക്കുക. തക്കാളിയും സവോളയും എന്ത് ചെയ്യുക, കുക്കറിൽ ഒരു വിസിൽ ഇടിപ്പിക്കുക. വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ. എന്നിട്ട് അത് ഇതുപോലെ ആക്കി വെച്ചാൽ 6 ദിവസം 7 ദിവസത്തിന് പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആക്കി വെച്ചാൽ 3-4 ദിവസം ആ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് റമദാനിൽ ആവശ്യങ്ങൾക്കൊക്കെ സമയം ബാക്കിയുണ്ടോ നോക്കുക. ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോക്കിന് എൻ്റെ തേങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ ഇതിലേക്ക് ചീരുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കരിവേപ്പിലും ഒന്നും ഇടാത്തതുകൊണ്ട് ഇതെന്തായിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് വെച്ചാൽ മതി. ചീരുള്ളി, കരിവേപ്പിൻ്റെ ഇല അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കേടുവരും. ഇത് റമദാൻ 30ലേക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് വറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്നും കേട് വരില്ല. ഒരു 3 സ്പൂൺ ഇതും
ബാക്കി പച്ചത്തേങ്ങയും കൂടി ഇട്ടാൽ ഞങ്ങൾക്ക് അന്നേക്കുള്ള കറിയായി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സമയം ബാക്കിയാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. നൈറ്റിയുടെ മെറ്റീരിയൽസ് വേണ്ടവർ നമ്പർ ചോദിക്കുക. നമ്മൾ അങ്ങനെ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആരും മറക്കണ്ട. താങ്ക്